നമ്മുടെ പാറുട്ടി ഈ ലോകത്തിലൊന്നുമല്ല. ക്ഷേത്രത്തിലേക്ക് വേണ്ട തിരി തെറുക്കാനിരുന്നതാ. നേരെ എത്രയായിന്നറിയോ? മുത്തശ്ശന്റെ പാറുട്ടി എന്താ ആലോചിക്കണേ? ഒന്നുമില്ല മുത്തശ്ശ. മുത്തശ്ശൻ വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞ നിസാര കാര്യമൊന്നുമല്ല. കാത്തോളനെ ദൈവമേ നല്ലേ എല്ലാവരും പ്രാർത്ഥിക്കണത്. എന്ന് വെച്ചാ കാക്കുന്ന ആള് ദൈവ. ആ സമയത്ത് മോളായിരുന്നു അയാളുടെ ദൈവം. മുത്തശ്ശി പറഞ്ഞ ഈ കാര്യം മാത്രം സത്യം. ഞാൻ അയാളെ തന്നെ ഓർത്തോണ്ടിരുന്നത്. അയാൾക്കിപ്പൊ എങ്ങനെയുണ്ടാവും? രോഗം ഭേദാവോ നോക്കിയാ? ഇനി മോൾ അയാളെ കുറിച്ച് ചിന്തിക്കണ്ട. അയാൾക്ക് അപകടം വരാൻ പോകുന്നത് ഉദിയന്നൂരമ്മ മോളുടെ മനക്കണ്ണിൽ കാണിച്ചു തന്നു. അത് പ്രകാരം മോള് പോയി അയാളെ രക്ഷിക്കുകയും ചെയ്തു. ഉദിയന്നൂരമ്മയുടെ നിശ്ചയം മോള് നിറവേറ്റി കഴിഞ്ഞു. ഇനി അയാളുടെ കാര്യത്തില് മോൾക്കൊന്നും ചെയ്യാനില്ല. മുത്തച്ഛന്റെ പാറുട്ടി ഇനി അതൊന്നും ഓർക്കണ്ട. മുത്തശ്ശ, ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്റെ പാറുട്ടിക്ക് എന്നോട് എന്ത് ചോദിക്കാലോ? മുത്തശ്ശൻ കളിയാക്കരുത്, മുത്തശ്ശിയും കളിയാക്കരുത്, കേട്ടല്ലോ? ഓ, മോള് ചോദിക്കേ. അതെ, ഞാനേ അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടാ അവര് തന്ന കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുത്തത്. അതിന് ഭാര്യ എന്നൊക്കെ കള്ളം പറയാൻ പാടുണ്ടോ? വലിയ തെറ്റല്ലേ? ഉദയനൂരമ്മ എന്നോട് കോപിക്കോ മുത്തശ്ശ? പിന്നെ കോപിക്കാതെ. ഇന്ന് നീ ഉറങ്ങുമ്പോ ഉദയന്നൂരമ്മ നിന്റെ സ്വപ്നത്തിൽ വന്ന് കണ്ണുതേ ഇങ്ങനെ തുറിച്ചു കാണിക്കും. മുത്തശ്ശി, ഉദയന്നൂരമ്മ കോപിക്കാതിരിക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? നീ പറഞ്ഞത് കള്ളവല്ലാന്ന് ദേവിക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതെങ്ങനെ? നീ അയാളെ വിവാഹം ചെയ്താ പോരെ? എന്തിനാ ഉടപ്പുറന്നോളെ പാറുട്ടി എങ്ങനെ കളിയാക്കണേ? നമ്മുടെ പാറുട്ടി പാവമല്ലേ? അങ്ങനെ പറഞ്ഞത് ഇവളല്ലെങ്കിലോ? അങ്ങനെ പറഞ്ഞത് ദേവി തന്നെയാണെങ്കിലോ? ഉടപ്പുറന്നോളെ, ഉദയന്നൂരമ്മ കള്ളം പറയില്ല. മുത്തശ്ശ, മുത്തശ്ശി ആ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്താ? അത് തന്നെ. നിന്റെ നാവിൽ നിന്ന് വീണ ആ വാക്ക് ഒരു ദിവസം സത്യമായാലോ എന്ന്. അച്ഛാ, എനിക്കെൻ്റെ വണ്ടി ഒന്ന് കാണണം. അങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടാവാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. അങ്കിളിലെ SI വിളിച്ചിരുന്നല്ലോ. അല്ല, ഓമനക്കുട്ടൻ പറയുന്നത് സത്യമാണോ അച്ഛാ? ആ, എന്നിട്ട് SI എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒരു ആക്സിഡന്റ് നടന്ന അന്വേഷണം ഉണ്ടാവുമല്ലോ, ജസ്റ്റ് എ ഫോർമാലിറ്റി. അതിന്റെ ഭാഗമായി വിളിച്ചെന്നേ ഉള്ളൂ. അതൊരു മർഡർ അറ്റംപ്റ്റ്. മർഡർ അറ്റംപ്റ്റോ? ഓമനക്കുട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. ഞാനേ വ്യക്തമായി കേട്ടതാണല്ലോ. തുറന്നു പറ ഓമനക്കുട്ട. മോനെ, അതൊരു മർഡർ അറ്റംപ്റ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് SI പറഞ്ഞിരുന്നു. ഓമനക്കുട്ടൻ അതായിരിക്കും പറയാൻ ഉദ്ദേശിച്ചത്. അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോനെ, നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. മരുന്നൊക്കെ കഴിച്ചിരിക്കുകയല്ലേ? വിശാലിനെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയതാണെന്ന് വിശാൽ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഇടാ മൊണ്ട, അവനതറിഞ്ഞ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ലേ? അത് കണ്ടുപിടിക്കണമല്ലോ. എടാ, അവന്റെ ശ്രദ്ധ മുഴുവൻ അത് കണ്ടുപിടിക്കുന്നതിലായിരിക്കില്ലേ? ബിസിനസ്സിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല. പിന്നെ ബിസിനസ് ആകെ കുളമാവും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ് അല്ലേ ഓമനക്കുട്ട? അത് നാശമാവാൻ പാടുണ്ടോ?
അത് ശരിയാ. പക്ഷെ അങ്കിൾ, എനിക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല. വിശാലിനോട് ഞാൻ ആ സത്യം പറഞ്ഞു പോകുമെന്ന എന്റെ പേടി. പിന്നെ നിന്റെ നാവിന്നെങ്ങാനും അത് പുറത്തറിഞ്ഞാ അറിഞ്ഞോ നിന്നെ കണ്ടം തുണ്ടം വെട്ടി പുഴയിലെറിയും. അയ്യോ അങ്കിൾ. ഓ ചെല്ല്. എന്റെ തൃപ്പങ്ങോട്ടപ്പാ, ആ രഹസ്യം വിശാലിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ എനിക്ക് ശക്തി തരണേ. അളിയന് നമ്മളോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. വിശാലേട്ടനായിരിക്കും ഇതിന്റെ പിന്നില്. സാധ്യതയുണ്ട്. ഗോപി അളിയന്റെ സ്നേഹവും സ്വത്തും അവന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അവനും തോന്നുന്നത് സ്വാഭാവികമാണ്. അതിപ്പോ നിനക്കും വിനയ്ക്കുമായി പങ്കുവെച്ചു പോകാൻ അവന് താല്പര്യം ഉണ്ടാവില്ല. ചേച്ചി അവൻ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണുന്നു എന്ന് കരുതി ചേച്ചിക്ക് മറ്റൊരാളിലുണ്ടായ മക്കളെ സ്വന്തമായിട്ട് കാണണമെന്നില്ല. അങ്കിള് പറയുന്നത് ശരിയാ. ഇവിടെ അമ്മ സേഫ് ആണെങ്കിലും നമ്മൾ സേഫ് ആവണമെന്നില്ല. നമ്മൾ സേഫ് ആവണമെങ്കിൽ വിശാൽ ഇല്ലാതാവണം. എത്ര നേരമായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്? പുറപ്പെടുമ്പോ നീ പറഞ്ഞത് ക്ഷേത്രത്തിലേക്കെന്നാ. എന്നിട്ടോ വഴി കണ്ട 2 ക്ഷേത്രങ്ങളിലും കയറിയില്ലേ? വീണ്ടും നടത്തം തന്നെ. അതെ, ആദ്യം കണ്ട ക്ഷേത്രം കൃഷ്ണന്റെയാ. നീ ബോർഡ് വായിച്ചില്ലേ? ആ, വായിച്ചു. പിന്നെ കണ്ടത് സുബ്രഹ്മണ്യ ക്ഷേത്രം. ഓ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും കയറാൻ പാടില്ലേ? പിന്നെ നിനക്ക് ഏത് ക്ഷേത്രമാണ് വേണ്ടത്? ദേവി ക്ഷേത്രം. ദേവി ക്ഷേത്രോ? നിനക്ക് പെട്ടെന്ന് എന്താ ഒരു ദേവി ഭക്തി? സത്യം പറ, എന്താ നിന്റെ മനസ്സിൽ? അതെ, ആക്സിഡന്റ് സംഭവിച്ചപ്പോ എന്റെ ജീവൻ രക്ഷിച്ചത് ഒരു പെൺകുട്ടി. അറിയാം, ഏതോ ഒരു പാർവതി. അങ്കിള് പറഞ്ഞു. അതിന് പാർവതി രക്ഷിച്ചതിന് ദേവിയോട് നന്ദി പറയണോ? പാർവതി എന്റെ ജീവൻ രക്ഷിച്ചതിന് ഞാനെന്തിനാ ദേവിയോട് നന്ദി പറയുന്നത്? ഞാനത് പാർവതിയോടല്ലേ പറയേണ്ടത്. അതിനാ നമ്മൾ ഈ പോകുന്നത്. അല്ല, അതിന് ക്ഷേത്രത്തിൽ പോകുന്നതിനാണ് ഞാൻ ചോദിച്ചത്. അതെ, ഇവിടെ ഏതോ ഒരു ദേവി ക്ഷേത്രത്തിന്റെ അടുത്താ അവളുടെ വീട്. ആ, അത് പറയണ്ടേ? നമുക്ക് കണ്ടുപിടിക്കാന്നേ. വാ, നടക്ക്. തയ്യൽ കട അന്വേഷിച്ച് നടന്ന് വീണ്ടും ഇവിടെ തന്നെ എത്തി. ഉദയന്നൂരമ്മയും തൊഴുതിട്ട് പോവാം. വാ. ഞാനില്ല, എനിക്കിനി നടക്കാൻ വയ്യ. അമ്മ പോയിട്ടോ. മേൽശാന്തിയുടെ കൊച്ചുമോള. അമ്പലമില്ല, ഒരു ആചാരമില്ല. അസത്ത്. എനിക്കും കൂടെ വേണ്ടിയിട്ട് ഒരാൾ 24 മണിക്കൂറും ക്ഷേത്രത്തിൽ കയറിറങ്ങി നടക്കുന്നുണ്ടല്ലോ. എനിക്ക് ദൈവവിശ്വാസം ഇത്തിരി കുറവാണെന്നല്ലേ ഉള്ളൂ. ചേച്ചിയെ പോലെ നാട്ടുകാരുടെ പ്രാക്ക് മുഴുവൻ വാങ്ങി കൂട്ടുന്നില്ലല്ലോ. തുടങ്ങി. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി തൊഴട്ടെ. നല്ല ചുള്ളൻ ചെക്കൻ. ഈ ഓണം കേറാ മൂലയില് ഇത്രയും നല്ല ചെക്കന്മാരുണ്ടോ? പട്ടണത്തിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. അവളോട് ചോദിക്കാം. ഹലോ, ഇവിടെ എവിടെയെങ്കിലും ദേവീക്ഷേത്രം ഉണ്ടോ? ഹലോ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ദേവീക്ഷേത്രം ഉണ്ടോന്ന്? ആ ചേട്ടൻ പട്ടണത്തിൽ നിന്നല്ലേ? ആ ചേട്ടൻ മാത്രമല്ല, ഞാനും പട്ടണത്തിൽ നിന്ന്. എന്താ ചേട്ടന്റെ പേര്? പ്രേം നഷീർ. വായി നോക്കി നിൽക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറ കുട്ടി. ഇവിടെ എവിടെയെങ്കിലും ദേവീക്ഷേത്രം ഉണ്ടോന്ന്? ദൈവമേ, ഇവൻ എന്തിന് ഇത്രയും ഗ്ലാമർ കൊടുത്തു? എന്റെ ദേവിയെ, ഇത്രയും നിറം ഉണ്ടായിരുന്നോ പട്ടണത്തിലെ ചെക്കന്മാർക്ക്? കുട്ടി, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ദേവി ക്ഷേത്രം ഉണ്ടോ? ദേവി ക്ഷേത്രോ? ആ, ഉണ്ട് ഉണ്ട്. ഞാനും ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയതാ. എന്റെ കൂടെ വന്നോളൂ. വിശാല് ചോദിച്ചതന്നെയല്ലേ കുട്ടി ഞാൻ നേരത്തെ ചോദിച്ചത്? ഓ, വിശാല്, നല്ല പേര്. ക്ഷേത്രത്തിൽ പോകുന്നില്ലെന്ന് വിചാരിച്ചതാ. പോകാം. അത്രയും നേരം കൂടി ഇയാളെ കണ്ടോണ്ടിരിക്കാലോ. വന്നോളൂ. പിന്നെ കുട്ടിയുടെ വീട് ഇവിടെ തന്നെയാണോ? സത്യം പറഞ്ഞ ക്ഷേത്രത്തിലേക്കല്ല ഞങ്ങൾക്ക് പോകേണ്ടത്.
ഞങ്ങളൊരാളെ അന്വേഷിച്ചിറങ്ങിയതാ. വീട് ദേവീക്ഷേത്രത്തിന്റെ അടുത്തെന്നാ പറഞ്ഞത്. കുട്ടി ഈ നാട്ടുകാരിയാണെങ്കിൽ കുട്ടിക്ക് അറിയാമായിരിക്കുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? അത് ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയുടെ പേര് പാർവതി. നിങ്ങൾ എന്തിനാ പാർവതി അന്വേഷിക്കുന്നേ? അവള് കരുനാക്ക് വളച്ച വലുതും പറഞ്ഞോ? അതിന്റെ അടയാളാണോ ഈ തലയെ കാണുന്നത്? അവള് പറഞ്ഞ അച്ചട്ടാ, അവളെ അന്വേഷിക്കണ്ട. വന്ന വഴിയെ തിരിച്ചു പോയിക്കോ, അതാ നല്ലത്. ഇല്ലെങ്കിൽ അവൾ ഇനിയും പ്രവചിക്കും, നിങ്ങൾ വീണ്ടും അനുഭവിക്കുകയും ചെയ്യും. വിശാലേ, തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു. പിച്ചിമ്പയും പറയുന്നത് കണ്ടില്ലേ? ചുമ്മാ ഇരിക്കടാ. തലയ്ക്ക് സുഖമില്ലാത്തതേ നിന്റെ. അത് വിട്ടേക്ക് കുട്ടി. ആ പാർവതിയാ എന്നൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. സത്യം പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ജീവനോട് നിൽക്കുന്നത് തന്നെ അവള് കാരണോ. അതിന് പാർവതിയോട് നന്ദി പറയാൻ കഴിഞ്ഞില്ല. അവളോട് എനിക്കൊരു നന്ദി പറയണം. അവളെ സ്വീകരിക്കുമെങ്കിലേ ഒരു സമ്മാനവും കൊടുക്കണം. അതിന് ഞങ്ങൾ ഈ പാർവതി അന്വേഷിച്ച് നടക്കുന്നത്. ഞാൻ എന്തായി കേൾക്കുന്നത്? പട്ടണത്തിൽ നിന്ന് പോലും അവൾക്ക് വന്ന് സമ്മാനം കൊടുക്കുന്നു. അതുമായി അവൾ എന്റെ മുന്നിൽ ഗമയിൽ വന്ന് നിൽക്കും, എന്നോട് പത്രാസം കാണിക്കും. അത് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അവൾ എന്റെ മുന്നിൽ ആളാകണ്ട. നിങ്ങൾ പറഞ്ഞ പാർവതിയെ എനിക്കറിയില്ല. ഇവിടെ അടുത്ത് ദേവീ ക്ഷേത്രമൊന്നുമില്ല. നിങ്ങൾ വന്ന വഴിക്ക് 1-2 കിലോമീറ്റർ തിരിച്ചു പോയാ അവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്. പല്ലവി, ആരാ ഇവരൊക്കെ? ആ, എങ്ങനെയോ വഴിമാറി വന്നതാ. ദേവീക്ഷേത്രത്തിലേക്ക് 2 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത്രയും ദൂരം ഇനി നടക്കാൻ വയ്യ. ഇവിടെ ടാക്സിയോ മറ്റോ കിട്ടോ? ദേവീക്ഷേത്രത്തിലേക്ക് 2 കിലോമീറ്റർ ദൂരോ? ആരാ പറഞ്ഞത്? കുട്ടി ആ വളവ് കഴിഞ്ഞ ദേവീക്ഷേത്ര. അമ്മ വന്നേ. എന്താ? അല്ല, ആ കുട്ടി എന്തിനാ കള്ളം പറഞ്ഞ്? ഞാൻ പറഞ്ഞില്ലേ അവക്ക് മുഴുത്ത ഭ്രാന്താണോ? നീ വാഞ്ഞോട്ട് വാ വാ. എന്ത് പണിയാ മുത്തശ്ശി കാണിച്ചേ? ഞാൻ പോയി എടുത്തിട്ട് വരാം. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. പക്ഷേ അടയാളമായി പറഞ്ഞ ക്ഷേത്രം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഏതൊരു പെൺകുട്ടിയും ഞങ്ങളെ വഴിതെറ്റിക്കാനും നോക്കി. ആ കുട്ടിക്ക് എന്താണാവോ ഞങ്ങളോടൊരു വിരോധം. ആരാ മോളെ? വന്നാട്ടെ. പോന്നാട്ടെ. നടക്ക്. വാ വാ. മുത്തശ്ശ, ഇതാ ഞാൻ പറഞ്ഞ ആള്. അന്ന് ഞാൻ ആശുപത്രിയിൽ എത്തിച്ച. എന്താ കുട്ടികളെ ഇരിക്കാത്തെ? കേറിയിരിക്കേ. ഇങ്ങോട്ടിരിക്കുക. ജീവൻ രക്ഷിച്ച ആളെ കണ്ട് ഒരു നന്ദി പറയുന്നതാണല്ലോ മര്യാദ. അതിനായിട്ട് ഇറങ്ങിയത്. അയ്യോ, എന്നോട് നന്ദിയൊന്നും പറയണ്ട. കണ്ടപ്പോ തൊട്ട് ആലോചിക്കുക, മോനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, എനിക്കും നല്ല മുഖപരിചയമുണ്ട്. ആ യമുനയുടെ വിവാഹ ചടങ്ങുകൾ നടത്തിയ തിരുമേനിയല്ലേ? അതെ, പക്ഷേ എനിക്കങ്ങോട്ട്. യമുനയുടെ വീട്ടിലേക്ക് തിരുമേനിയെ കൂട്ടിക്കൊണ്ടുപോയത് ഞാനല്ലേ? അത് പറ. മോള് പോയി ചായ എടുക്ക്. അല്ലെങ്കിൽ വേണ്ട, ഈ ചൂടിന് സംഭാരം നല്ലത്. ഇപ്പൊ കൊണ്ടുവരാവേ. അയ്യോ വേണ്ട വേണ്ട. വിശാലിന് സംഭാരം വേണ്ട, എനിക്ക് ഊണ് മതി. അതിനെന്താ? നീ വെറുതെ. എനിക്ക് വെച്ചോളൂ. കൂട്ടുകാരനെ വഴക്കൊന്നും പറയണ്ട, ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ. കടാ, കുറച്ചു ദിവസം ഈ നാട്ടിലുണ്ടാവുന്നല്ലേ പറഞ്ഞത്.
മോളെ, നീ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഈ നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അപ്പോഴേക്കും മുത്തശ്ശി ഊണ് തയ്യാറാക്കാം. ചെല്ലേ വരൂ. ചെല്ലെ ശരി എന്നാ. ശരി ശരി. ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണോ? ഒന്ന് മിണ്ടാന്ന് ഈ ഗ്രാമം മൊത്തം കാണിക്കാൻ. ഇവിടെ എത്തിയതിനു ശേഷവും നടത്താൻ തന്നെ അതിന് മാത്രമേ കാണാൻ എന്താണ് ഉള്ളത് ഈ പട്ടിക്കാട്ടിൽ? നിങ്ങൾ കിട്ടോ, ഞാനില്ലേ. അല്ല, അവൻ പോട്ടെ. അയ്യോ പാർവതി വാ. അമ്മ. ഉദയന്നൂരമ്മ കോപിക്കാതിരിക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? നീ അയാളെ വിവാഹം ചെയ്താ പോരെ? പാർവതിയുടെ മുഖത്തൊരു ചിരിയുണ്ടല്ലോ. എന്തോ ഒരു സന്തോഷം തരുന്ന കാര്യം ആലോചിച്ചോണ്ടിരിക്കുക പാർവതി ഇപ്പോ. സത്യമല്ലേ? ഞാനൊന്നും ആലോചിച്ചില്ല. അത് കള്ളം. ആലോചിച്ചു. അത് കണ്ടോ, ആ മലയ്ക്കപ്പുറത്ത് പുഴയാ. ഒരിക്കലും പറ്റാത്ത പുഴയാ. അങ്ങനെ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. എന്താ ആലോചിച്ചെന്ന് പറയൂ. അത് ഒരു കാര്യം, ഒരിക്കലും നടക്കാനിടയില്ലാത്ത ഒരു കാര്യം. ഏയ് പാർവതി, നിക്ക് പാർവതി. എന്താ ഇത്? വിശ്രമം വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നിട്ട് എന്താ വീട്ടിലിരിക്കാത്ത? വീട്ടിലിരുന്ന പാർവതിയെ കാണാൻ പറ്റുമോ? എന്തിനാ എന്നെ കാണുന്നേ? എന്നെ രക്ഷിച്ചതിന് ഒരു സമ്മാനം തരാൻ. എനിക്ക് സമ്മാനമൊന്നും വേണ്ട. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. സമ്മാനം നൽകണമെന്ന് അത്രയ്ക്ക് നിർബന്ധാണെങ്കിലേ എനിക്കല്ല, സമ്മാനം നൽകേണ്ട ആളെ ഞാൻ കാണിച്ചു തരാം. എന്നെ രക്ഷിച്ച ആൾക്കല്ലേ ഞാൻ സമ്മാനം നൽകേണ്ടത്. അതിന് ഞാനല്ലല്ലോ രക്ഷിച്ചത്. പിന്നെ ഉദയന്നൂരമ്മ. അല്ല, അതാരാ? ദേവി. അതെ, പാർവതിയുടെ വിനയം കൊണ്ട് പാർവതിയുടെ ക്രെഡിറ്റ് ദേവിക്ക് കൊടുക്കുന്നത്. പാർവതിക്ക് സമ്മാനം തരാനാ എനിക്ക് ആഗ്രഹം. എനിക്ക് തന്നാലും ഞാനത് ദേവിയുടെ നടയിൽ വെക്കുള്ളൂ. എനിക്ക് വേണ്ടതേ ഉദയന്നൂരമ്മ തരും. ഞാൻ ചോദിക്കാതെ തന്നെ തരും. പാർവതിയുടെ ഭക്തി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഓമനക്കൊട്ടനിങ്ങി എത്തിയ. അല്ല, നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് സദ്യ റെഡി ആയിട്ടുണ്ടാവും. ചൂടോടെ കഴിച്ചില്ലെങ്കിലേ ടേസ്റ്റ് കുറയും. നീ അതും ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അല്ലാതെ പിന്നെ ഞങ്ങളുടെ ഈ വിഭാഗത്തിന്റെ സംഭവം വെച്ചേ ഈ അന്ന വിചാരം മുന്ന വിചാരം എന്നാണല്ലോ പറയണേ. വാ വരണില്ലേ? എണിച്ചോണ്ടിരിക്കുന്നു. വാടേ. അയ്യോ അയ്യേ. ചോറ്. അയ്യോ വേണ്ട. ഈ ഓമനക്കുട്ടന്റെ വയറല്ല എന്റേത്. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതലായി. വിട്ടോളൂ. ഇങ്ങ് താ മുത്തശ്ശ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. 2 തവണ വിളമ്പണമെന്നാ ശാസ്ത്രം. അയ്യോ വേണ്ട, മതി. കുറച്ചിട്ടാ മതി. മതി. ഇതുകൂടി. അയ്യോ വേണ്ടാത്തോണ്ടാ, മതി. ഇതുപോലെ വിളമ്പിത്തരാൻ വീട്ടിലാളുണ്ടോ കുട്ടിക്ക്? ഭാര്യ ഉണ്ടോന്നല്ലേ ചോദ്യത്തിന്റെ അർത്ഥം? ഇല്ല. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനൊരു അബദ്ധം എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. വിവാഹം അബദ്ധമെന്നാണോ വിശ്വസിച്ചിരിക്കുന്നത്? എന്നാൽ അതല്ല സത്യം. ജീവിതമെന്നാൽ വരും വരായികൾ നിശ്ചയമില്ലാത്ത ഒരു യാത്രയല്ലേ? കാലിടറുമ്പോൾ കൈത്താങ്ങാകാനും മനസ്സിടറുമ്പോൾ ധൈര്യം നൽകാനും ഒരു കൂട്ടാവശ്യമാണ്. ആണിനായാലും പെണ്ണിനായാലും. അതിപ്പോ ഒറ്റയ്ക്കും ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ആ ജീവിതം പൂർണ്ണമല്ല. ആൺപാതി പെൺപാതി, അർദ്ധനാരീശ്വരൻ എന്നത് നല്ല സങ്കല്പമാണെന്ന് അതിനെക്കുറിച്ച് പഠിച്ചവർക്കേ മനസ്സിലാവൂ. വേണം, ഒരു പെണ്ണൊക്കെ വേണം.